ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ, കൊച്ചു കൊച്ചു ഹൃദയങ്ങൾ ചിലപ്പോഴൊക്കെ അസ്വസ്ഥമാകുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈശോ ഒരു സാന്ത്വന വചസ് എന്ന വണ്ണം നമ്മളോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ ഈ വചനം നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ കൊച്ചു ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മുടെ ഹൃദയങ്ങളിങ്ങനെ കലങ്ങി മറിയുന്നത് പോലെയുള്ള ദുരനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട്, അല്ലേ? മനസ്സ് കലങ്ങി മറിയുക, അല്ലെങ്കിൽ മനസ്സ് ഇളകി മറിയുക, ചിലർ പറയും തിളച്ചു മറിയുന്നത് പോലെ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ പലരും ചോദിക്കും, എന്താ വിഷമം, മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്താണ് ദുഃഖം, സങ്കടമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന് ഉത്തരമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവുന്നതിലതീതമായിട്ട് ഹൃദയം കലങ്ങിമറിയാറുണ്ട്. ഹൃദയം അങ്ങോട്ട് കലുഷിതമാകാറുണ്ട്. എന്താണ് കാരണമെന്നും അറിയത്തില്ല. ചിലപ്പോൾ ചില തുടർച്ചയായിട്ടുള്ള രോഗ അവസ്ഥകളായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ അകാരണമായിട്ട് പോലും ഹൃദയം തിളച്ചു മറിയാറുണ്ട്, ഹൃദയം ഇളകി മറിയാറുണ്ട്. കാരണം ചോദിച്ചാലൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ഹൃദയം അസ്വസ്ഥമാണ്. അത്തരത്തിലുള്ള വ്യക്തികളോടാണ് ഈശോ പറയുന്നത്, മക്കളെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. എന്നാൽ യേശുനാഥൻ നമുക്ക് ഈ സാന്ത്വന വചസ് പകർന്നു നൽകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈശോ പോലും ഇത്തരത്തിൽ അസ്വസ്ഥ മാനസനായിട്ടുണ്ട്. പലപ്പോഴായിട്ട്, പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഹൃദയം അസ്വസ്ഥമായി എന്ന് വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിലെ ഈ അസ്വസ്ഥത, ഹൃദയം കലങ്ങി മറിയുന്നത് എന്താണെന്ന് യേശുവിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം എത്തുമ്പോഴേക്ക് ശിഷ്യന്മാരായിട്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മളോടായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകേണ്ട കാര്യമില്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിനെന്ന്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4 അധ്യായങ്ങളിലായിട്ടാണ് യേശുനാഥൻ താൻ അനുഭവിച്ച ഹൃദയ അസ്വസ്ഥതയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം 11, 12, 13, 14 എന്നീ 4 അധ്യായങ്ങളിൽ യേശുനാഥൻ്റെ ഹൃദയം അസ്വസ്ഥമായി, അല്ലെങ്കിൽ അത് കലങ്ങി മറിയുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് കലങ്ങി മറിയുന്നു എന്ന് കാണുന്നില്ല. യേശുവിൻ്റെ ഹൃദയം അസ്വസ്ഥമായി, അല്ലെങ്കിൽ അവിടുന്ന് ആത്മാവിൽ അസ്വസ്ഥപ്പെട്ടു എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഗ്രീക്ക് മൂലപദം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് ടറാസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ഞാൻ ആവർത്തിക്കുന്നു, ടറാസോ. ഈ ടറാസോയ്ക്ക് പരിഭ്രമിക്കുക, ഭയചകിതരാവുക എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യേശുനാഥനും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ടറാസോ അനുഭവം എന്ന് പറയുന്നത് അത് കലങ്ങി മറിയുന്ന ഒരു അനുഭവമാണ്. ഇളകി മറിയുക, അല്ലെങ്കിൽ കലങ്ങി മറിയുക. അപ്പോൾ യോഹന്നാന്റെ 11, 12, 13, 14 അധ്യായങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ ഈ ടറാസോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഹെറോദേസ് അസ്വസ്ഥനായി, അതായത് ജ്ഞാനികൾ ഹെറോദേസിനെ സന്ദർശിച്ചപ്പോൾ തൻ്റെ ഭാവിയെ ഓർത്ത് ഹെറോദേസ് ടറാസോ, അല്ലെങ്കിൽ അസ്വസ്ഥനായി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനത്തിൽ യേശു ജലത്തിന് മീതെ നടക്കുന്നു. യേശുനാഥൻ ജലത്തിന് മീതെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു ഭൂതമാണെന്ന് കരുതിയിട്ട് ശിഷ്യന്മാർ ഭയചകിതരാകുന്നുണ്ട്. ഭയം, പെട്ടെന്ന് അവർ പരിഭ്രമിക്കുന്നു. മലയാളത്തിൽ പരിഭ്രമിക്കുന്നു എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിന് യഥാർത്ഥത്തിലുള്ള ഗ്രീക്ക് മൂലപദം എന്ന് പറയുന്നത് ടറാസോ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ടറാസോ എന്ന വാക്കിൻ്റെ അർത്ഥം? ഒന്നുകിൽ അസ്വസ്ഥനാവുക, എന്തെങ്കിലും കേട്ടിട്ട് ഭയപ്പെടുക, ഇനി അതുമല്ലെങ്കിൽ
പരിഭ്രമിക്കുക, പേടിച്ചിട്ട് പരിഭ്രമിക്കുക. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ സഖറിയ ദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥനായി, അല്ലെങ്കിൽ ടറാസോ എന്ന പദപ്രയോഗം അവിടെ കാണുന്നുണ്ട്. അവിടെയും ഒരു തരത്തിലുള്ള പരിഭ്രമമാണ്, ഒരു തരത്തിലുള്ള അസ്വസ്ഥതയാണ്, പേടിച്ചിട്ടുള്ള ഒരു തരം പരിഭ്രമമാണ്. എന്നാൽ ഈ സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ടറാസോ എന്ന വാക്കിന് ശരിക്കും ഇളകി മറിയുക എന്നൊരു അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തിരിച്ചറിയുവാനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം നമ്മളത് എടുക്കുകയാണ്. യോഹന്നാൻ 5:7 ബത്സൈദ കുളക്കരയിലെ ആ രോഗിയുടെ കഥയുടെ വിവരണമാണ്. അവിടെ 7-ാമത്തെ തിരുവചനത്തിൽ അവൻ പറയുന്നു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഇവിടെ വെള്ളം ഇളകുമ്പോൾ, അല്ലെങ്കിൽ മാലാഖ വന്നിട്ട് ആ ജലം ഇളക്കി മറിക്കുമ്പോൾ അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഗ്രീക്ക് പദമാണ് ടറാസോ എന്നത്. ഈ വാക്ക് തന്നെയാണ് യേശുനാഥൻ അനുഭവിച്ച മാനസിക പീഡകളെ, യേശുനാഥൻ ആത്മാവിൽ അസ്വസ്ഥമായ ഓരോ രംഗത്തെയും വിവരിക്കുവാനായിട്ട് യോഹന്നാൻ ശ്ലീഹ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ടറാസോ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ടറാസോ അവിടുന്ന് പേടിക്കുകയല്ല, അവിടുന്ന് പരിഭ്രാന്തനാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിട്ട് അവിടുത്തെ ഹൃദയം ഇങ്ങനെ തിളച്ചു മറിയുന്നു, ഇളകി മറിയുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യമായി തന്നെ യോഹന്നാന്റെ സുവിശേഷം 13-ലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ ടറാസോ എന്ന പദം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമാക്കി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഒക്കെ ചേർന്നിട്ട് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന സത്യം യേശുനാഥൻ അരുൾ ചെയ്യുമ്പോൾ ക്രിസ്തുനാഥൻ്റെ ഹൃദയം പിടഞ്ഞു, അവിടുത്തെ ഹൃദയം ഇളകി മറിയുന്നുണ്ട്. സ്നേഹിതർ പോലും തന്നെ ഒറ്റിക്കൊടുക്കുന്നുവല്ലോ, സ്നേഹിതർ പോലും തന്നെ തള്ളിക്കളയുന്നുവല്ലോ. സ്നേഹിതരാൽ തിരസ്കരിക്കപ്പെടുന്ന, പ്രിയപ്പെട്ടവരാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്ന യേശുനാഥൻ്റെ ഹൃദയം ഇളകി മറിഞ്ഞു എന്ന് വിവരിക്കുവാനായിട്ട് യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്ന ഈ വാക്കാണ് ടറാസോ. ക്രിസ്തുവിൻ്റെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ കലങ്ങിപ്പോയി. എന്താണ് കലങ്ങുക എന്ന് പറയുന്നത്? ഇത്രമാത്രം ചിന്തിക്കുക. ഒരു ബക്കറ്റിൻ്റെ അടിത്തട്ടിൽ മണ്ണ് നമ്മൾ നിറയ്ക്കുകയാണ്, അതിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നു, അതൊന്ന് ഊറി സെറ്റിലാകുവാൻ അനുവദിക്കുക. കുറച്ച് സമയത്തിന് ശേഷം ഒരു കോലിട്ട് അല്ലെങ്കിൽ കരങ്ങൾ കൊണ്ട് തന്നെ നമ്മളതിനെ ഇളക്കുകയാണ് ചിന്തിക്കുക. ആ മണ്ണും വെള്ളവും കൂടി ചേർന്ന് കലങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ടറാസോ എന്ന് പറയുന്നത്. ടറാസോ. അപ്പോൾ സ്വന്തം സ്നേഹിതരെ ഓർത്ത് യേശുവിൻ്റെ ഹൃദയം അങ്ങോട്ട് കലങ്ങി മറിയുകയാണ് ചെയ്യുന്നത്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളും ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കാറില്ലേ? കൂടെ നിൽക്കേണ്ടവർ നമ്മളെ കുതികാല് വെട്ടി താഴ്ത്തുമ്പോൾ, കൂടെ നിൽക്കേണ്ടവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ, കൂടെ നിൽക്കുന്നവർ നമ്മളെ കണ്ടില്ല എന്ന മനോഭാവത്തോടു കൂടി ജീവിച്ചു പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഇങ്ങനെ ഇളകി മറിയും. വചനം പറയുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ അത് ഇളകി മറിഞ്ഞ് കലുഷിതമാവുക തന്നെ ചെയ്യും. ഇനി വീണ്ടും ടറാസോ, യേശുനാഥൻ അനുഭവിച്ച ഈ മാനസികമായ അസ്വസ്ഥതയെ വിവരിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ തിരുവചനം. ഇവിടെയും യേശുനാഥൻ പ്രിയപ്പെട്ടവരെ ഓർത്താണ് അസ്വസ്ഥനാകുന്നത്. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന പ്രിയ കൂട്ടുകാരനായ ലാസർ മരിച്ചുവെന്ന വാർത്ത കേട്ടിട്ട് യേശുനാഥൻ ബഥാനിയയിലേക്ക് കടന്നു വരുന്നു. 33-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി എന്ന് വചനം പറയും. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വചനമാണ് ടറാസോ. ആത്മാവിൽ നെടുവീർപ്പിട്ട് അസ്വസ്ഥനായ യേശുനാഥൻ വിലപിക്കുന്നത്, അവിടുത്തെ മനസ്സ് കലുഷിതമാകുന്നത് വീണ്ടും പ്രിയപ്പെട്ടവരെ ഓർത്താണ്. ചേർന്ന് നിൽക്കുന്നവരിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ, മരണം മൂലം നഷ്ടപ്പെട്ടു പോയപ്പോൾ, പാപം മൂലം നഷ്ടപ്പെട്ടു പോയപ്പോൾ ക്രിസ്തുനാഥൻ്റെ ഹൃദയം അങ്ങോട്ട് ഇളകി മറിയുകയാണ് ചെയ്തത്. ഇളകി മറിയുന്നു. ഞാൻ പോലും എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെ മരണത്തിന് ശേഷം ഹൃദയം ഇങ്ങനെ അസ്വസ്ഥമായിട്ട് കലങ്ങി മറിഞ്ഞു. അതൊന്ന് കലങ്ങി തെളിയുവാനായിട്ട് വർഷങ്ങൾ പിടിച്ചു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെയും ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ
വേർപാട്, ദേഹവിയോഗത്തിലൂടെ നമ്മളിൽ പലരുടെയും ഹൃദയം കലുഷിതമാണെന്നറിയാം. പക്ഷെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. മനസ്സസ്വസ്ഥമായിട്ട് നമ്മളോടൊത്ത് വിലപിക്കുന്ന, നമുക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന, നമ്മളെ ഓർത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന യേശുനാഥൻ്റെ ആ മാനസിക പീഡകളോട് ചേർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. യേശുവേ, ഞാൻ പലരെയും ഓർത്ത് വിഷമിക്കുന്നുണ്ട്, പലരും എന്നെ തള്ളിക്കളയുന്നുണ്ട്, പലരുടെയും ദേഹവിയോഗത്തിൽ, പലരുടെയും രോഗാവസ്ഥയെ ഓർത്ത് എൻ്റെ മനസ്സ് ഇപ്പോൾ കലുഷിതമാണ്, എൻ്റെ മനസ്സിപ്പോൾ കലങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അങ്ങയുടെ പീഡകളോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു. ആത്മാവിൽ അസ്വസ്ഥനായി കാണപ്പെട്ട ക്രിസ്തുനാഥ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾ. ആത്മാവിൽ അസ്വസ്ഥനായി കാണപ്പെട്ട ക്രിസ്തുനാഥ, അങ്ങയുടെ അസ്വസ്ഥതകളോട് ചേർത്ത് എൻ്റെ കൊച്ചു കൊച്ചു അസ്വസ്ഥതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കലങ്ങി മറിഞ്ഞു കിടക്കുന്ന എൻ്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമേ, കലങ്ങി മറിഞ്ഞു കിടക്കുന്ന എൻ്റെ ഹൃദയത്തിന് സാന്ത്വനമരുളണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. വീണ്ടും ടെറാസോ എന്ന വാക്ക് നമ്മൾ വീണ്ടും കാണുന്ന മറ്റൊരു വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ഈശോ പറയുന്നു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. തൻ്റെ തന്നെ മരണത്തെ ഓർത്ത് യേശുനാഥൻ്റെ ഹൃദയം അസ്വസ്ഥമാകുന്നു. ഒരു കാര്യം നമ്മൾ മറക്കരുത്, യേശു 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യനും സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഒരു മരണഭയം അല്ലെങ്കിൽ മരണഭീതി എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ തരണം ചെയ്യുവാനായിട്ട് സ്വപിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ മനോഭാവത്തെ വിവരിക്കുവാനായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നുവെന്ന യോഹന്നാൻ ശ്ലീഹായുടെ വിവരണം. ഈശോയിൽ പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ടെറാസോ എന്ന വചനം, ഈ ഗ്രീക്ക് പദം കലങ്ങി മറിയുക അല്ലെങ്കിൽ കലുഷിതമാവുക എന്ന പദം നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ 3 അധ്യായങ്ങളിലായിട്ട് കണ്ടു കഴിഞ്ഞു. 13-ാം അധ്യായത്തിൽ ഒറ്റിക്കൊടുക്കുന്നവനെ ഓർത്ത് മനസ്സ് അസ്വസ്ഥമാകുന്ന ഈശോ. 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണത്തെ ഓർത്ത് ഹൃദയം അസ്വസ്ഥമായിരിക്കുന്ന ഈശോ. വീണ്ടും 12-ാമത്തെ അധ്യായത്തിൽ സ്വന്തം മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൃദയം അസ്വസ്ഥമാകുന്ന, ഹൃദയം കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഈശോ. ഇതേ ഈശോ തന്നെയാണ് 14-ാമത്തെ അധ്യായത്തിൽ, അതെ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്ന നമുക്ക് പരിഹാരവുമായിട്ട് കടന്നു വരുന്നത് യേശുനാഥൻ തൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയും വ്യഗ്രതയും കലങ്ങി മറിയുന്നതിൻ്റെ ഹൃദയത്തെ കാതെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥ മാനസരായിട്ട് ജീവിക്കേണ്ടവരല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ എന്നിലും വിശ്വസിക്കുവിൻ. അതിനുശേഷം യേശു പറയുന്നു, ഈ ടെറാസോ അല്ലെങ്കിൽ കലങ്ങിക്കിടക്കുന്ന ഹൃദയത്തെ അതിനെ തരണം ചെയ്യുവാനായിട്ട്, അതിനെ ഓവർകം ചെയ്യുവാനായിട്ട് നമുക്ക് ഏറ്റവും അധികം ആവശ്യം അല്ലെങ്കിൽ അനിവാര്യം വേണ്ടി വരുന്ന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 14:1 14-ാം അധ്യായത്തിൽ തന്നെ 26ഉം 27 നമുക്കൊന്ന് പരിശോധിക്കാം. 14:1 ഈശോ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വീണ്ടും 14-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന്. അപ്പോൾ ഇപ്രകാരം യേശുനാഥനെ പോലെ തന്നെ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും നമ്മൾ തിരസ്കരണം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ അങ്ങനെ അവശേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ഇങ്ങനെ ഇളകി മറിയാറുണ്ട്. പലരും വരുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വരും, അച്ഛാ എന്താണ് കാരണമെന്ന് അറിയത്തില്ല, പക്ഷേ ഹൃദയത്തിൽ എപ്പോഴും മനപ്രയാസമാണ്, ഹൃദയം ഇങ്ങനെ ഇളകി മറിയുന്നു. ഇനി ചില കുടുംബ അവസ്ഥകളാണ് ചിലരുടെയൊക്കെ ഈ ഹൃദയം ഇങ്ങനെ കലുഷിതമാക്കി മാറ്റുന്നത്. 8 മക്കളുള്ള ഒരു മുത്തശ്ശി എനിക്കറിയാം. ആ അമ്മയ്ക്ക് ഇപ്പോൾ ആ 8 മക്കളും അവരെ പരിചരിക്കുവാനായിട്ടില്ല. ആരാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത മാസത്തേക്കുള്ള ചിലവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലാണ്. ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് കൈയൊഴിയുമ്പോൾ ആ അമ്മ എന്നോട് പറയുക, അച്ഛാ എൻ്റെ മക്കളെ ഓർത്തിട്ട് എൻ്റെ ഹൃദയം ഇങ്ങനെ ഇളകി മറിയാറുണ്ട്. ഓരോരുത്തരോടുമുള്ള എനിക്കുള്ള പ്രത്യേക വാത്സല്യം, പ്രത്യേക സ്നേഹം, അവരെ ഓരോരുത്തരെയും നൊന്ത് പ്രസവിച്ച ഓരോ കഥകളും അന്നത്തെ കാലഘട്ടങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഇന്ന് ഒത്തിരിയധികം വേദന തോന്നാറുണ്ട്. അച്ഛാ ഞാൻ ഒറ്റപ്പെട്ട് വിധവയായിട്ട് ഈ ഭൂമിയിൽ കഴിയുന്നു, ആർക്കും വേണ്ടാത്ത രീതിയിൽ മാത്രം തിരസ്കരിക്കപ്പെട്ട് ഞാൻ കഴിയുമ്പോൾ എൻ്റെ ഹൃദയം എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെ ഇളകി മറിയുകയാണ്. ഉത്തരം കിട്ടാത്ത രീതിയിൽ
എന്തെന്നില്ലാത്ത രീതിയിൽ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നുവെന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇതാണ് ഹൃദയത്തിലേക്ക് നമ്മുടെയൊക്കെയും അനുഭവിക്കുന്ന ടറാസോ അനുഭവങ്ങൾ. യേശുനാഥൻ പോലും ഈ ടറാസോ അനുഭവത്തിലൂടെ കടന്നുപോയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പരിഭ്രമം മൂലമോ വേദന മൂലമോ അല്ലെങ്കിൽ ഭയം മൂലമോ അല്ല, മറിച്ച് ഉറ്റവരുടെയും ഉടയവരുടെയും തിരസ്കരണം ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ അവരോരോരുത്തരും നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് യേശുനാഥനും ഈ ഹൃദയം കലങ്ങിപ്പോകുന്ന അവസ്ഥയിലൂടെ കടന്നുപോയത്. അതുതന്നെയാണ് ഈ അമ്മയും അനുഭവിക്കുന്നത്. വേറൊരു ഒരു അമ്മ സഹോദരി എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം എൻ്റെ ഭർത്താവ് ജോലിയും കഴിയുന്നവരും നോക്കിയിട്ട് കാത്തിരിക്കും. അപ്പോൾ അവൻ എല്ലാ ദിവസവും വാതിൽപ്പടിയിൽ തന്നെ കാത്തിരിക്കും, കെട്ടിയവൻ വരുന്നോ നോക്കിയിട്ട്. ഈ കയറി വരുന്ന ഭർത്താവാകട്ടെ വാതിൽപ്പടി അവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഈ ഭാര്യയോട്, ജീവിത പങ്കാളിയോട് ഒരു വാക്കുപോലും പറയാതെ എല്ലാ ദിവസവും അകത്തോട്ട് കയറിപ്പോകും. ഒന്ന് പുഞ്ചിരിക്കുകയാട്ടെ, അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കുകയാട്ടെ, അതൊന്നും ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാതെ എന്നോട് ആ സ്ത്രീ പറയുകയായിരുന്നു, അച്ഛാ, എല്ലാ ദിവസവും എൻ്റെ ഭർത്താവ്, ഞാൻ കാത്തിരിക്കും, പക്ഷേ അദ്ദേഹം എന്നെ നോക്കാതെ, ഒന്ന് തിരിഞ്ഞു നോക്കാതെ, ഒന്ന് പുഞ്ചിരിക്കാതെ എല്ലാ ദിവസവും വീട്ടിൽ അകത്തേക്ക് വരും, ഒന്ന് കുളിക്കും, ഭക്ഷണത്തിന് വരും, എന്നോട് മിണ്ടാറില്ല, സംസാരിക്കാറില്ല. എന്നിട്ട് ആ സ്ത്രീ പറയാം, അച്ഛാ, എൻ്റെ ഹൃദയം ഇങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്, സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിട്ട്, പരിഗണനയ്ക്ക് വേണ്ടി ദാഹിച്ചിട്ട്, എന്നോടൊന്ന് വർത്താനം പറയുന്ന ആഗ്രഹിച്ചിട്ട് എൻ്റെ ഹൃദയം ഇങ്ങനെ കലങ്ങി മറിയുകയാണ്. എന്നാൽ ആരോടും വിദ്വേഷമില്ല, ആരോടും പകയോ വെറുപ്പോ ഒന്നുമില്ല. പക്ഷേ എന്തെന്നില്ലാത്ത രീതിയിൽ ആ സഹോദരിയുടെ ഹൃദയവും യേശുനാഥൻ്റേതുപോലെ തന്നെ അസ്വസ്ഥമാണ്, ഹൃദയം കലങ്ങി മറിഞ്ഞു കിടക്കുന്നു. ഇനി ചിലപ്പോഴാകട്ടെ കുടുംബത്തിൽ സംഭവിക്കുന്ന മരണങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായിട്ട് മരണങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു, ഹൃദയം ഇങ്ങനെ കലങ്ങി മറിയുന്നു. വീണ്ടും എനിക്ക് പരിചയമുള്ള മറ്റൊരമ്മ, ആ സഹോദരിയുടെ അപ്പച്ചനും ആങ്ങളെയും ഒരേ രീതിയിൽ ക്യാൻസർ വന്നിട്ട് 1 അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ഗ്യാപ്പിനുള്ളിൽ ഈ ലോകം വിട്ടു പോയവരാണ്. അപ്പോൾ തുടർച്ചയായിട്ട് മരണം കുടുംബത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ മനസ്സിൽ എനിക്കും ക്യാൻസർ ഉണ്ടാവും, എനിക്കും ഒരു തരത്തിൽ ദുർമരണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഹൃദയം കലുഷിതമായിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ആ സഹോദരി പറയുന്ന വെച്ചാൽ എപ്പോഴും ഹൃദയം അസ്വസ്ഥമാണ്. ഇങ്ങനെ ജീവിക്കുന്ന നിരവധി ആളുകൾ മരണഭയം മൂലം ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു, സ്നേഹം കിട്ടാതെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു, തിരസ്കരണങ്ങൾ മൂലമായിട്ട് ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നവരോട് യേശുനാഥൻ പറയുന്നു 3 കാര്യങ്ങൾ, അല്ലേ? 3 കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, പിതാവായ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ഒപ്പം സഹായകനായ പരിശുദ്ധ ആത്മാവിൽ വിശ്വസിക്കുവിൻ. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും ത്രിത്വൈക ദൈവത്തിലെ ഓരോ വ്യക്തികളോടുമുള്ള പ്രത്യേക ഭക്തിയിൽ നമ്മൾ വളർന്നു വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ അസ്വസ്ഥമായ ഹൃദയം ഒന്ന് ശാന്തമായി മാറുന്നത്. നമ്മുടെയൊക്കെയും ഹൃദയങ്ങളിൽ ഇങ്ങനെ തിരയടിക്കുകയാണ്, കോളിളക്കം നടക്കുന്നു എപ്പോഴും, എന്തെന്നില്ലാതെ അകാരണമായിട്ട് കോളിളക്കം നടക്കുമ്പോൾ ഈശോനാഥൻ പറയുന്നു, ത്രിത്വൈക ദൈവത്തിന് മാത്രമാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും, എന്തെല്ലാം കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാലും ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ, അഭിഷേകമില്ലാതെ അസ്വസ്ഥ മാനസങ്ങൾ ഒരിക്കലും ശാന്തമാകുവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1, 26, 27 വചനങ്ങൾ നൽകുന്ന ഈ ഒരു വാഗ്ദാനം, ഈ ഒരു ഉറപ്പ് നമുക്ക് മുറുകെ പിടിക്കാം. എപ്പോഴെല്ലാം ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ടോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇനി സ്വഭവനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, നമ്മളേറെ സ്നേഹിച്ചവരും നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ നമ്മളെ തിരിച്ച് വഞ്ചിച്ചിട്ട് കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പലരും അങ്ങനെ നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, ബിസിനസ്, വ്യാപാര മേഖലകളിലൊക്കെ നമ്മളെ ചതിച്ചിട്ടുള്ളവരും നമ്മളെ വഞ്ചിച്ചിട്ടുള്ളവരും നമ്മളെ പറ്റിച്ചിട്ടുള്ളവരും ഒത്തിരി പേരാണ്. പലപ്പോഴും അവരെയൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ കലുഷിതമാകാറുണ്ട്, ഹൃദയം അസ്വസ്ഥമാകാറുണ്ട്. എന്ത് ജോലിക്ക് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വഞ്ചിച്ച് കടന്നു കളഞ്ഞിട്ടുള്ളവരുടെ ഒരു ചിത്രമാണ് മനസ്സിലെപ്പോഴും ഉയർന്നു വരുന്നത്. ഇനി ചില ഭവനങ്ങളിലാകട്ടെ സഹോദരങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം, വിദ്വേഷം, അയൽവാസികളോടുള്ള വിദ്വേഷം, വെറുപ്പ്, അങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, വ്യക്തിബന്ധങ്ങളിൽ അകൽച്ചകൾ സംഭവിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഹൃദയങ്ങൾ കലുഷിതമാകാറുണ്ട്. അപ്പോൾ യേശുനാഥനുണ്ടായ അതേ ദുരനുഭവത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയം കലുഷിതമാകുന്നത് രോഗാവസ്ഥകൾ കാരണമല്ല. ഹൃദയം കലുഷിതമാകുന്നത് ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമ്പോഴല്ല. ഹൃദയം കലുഷിതമാകുന്നത് വേണ്ടപ്പെട്ടവരും സ്നേഹിതരും ഉറ്റവരും ഉടയവരും ഒക്കെ അകന്നു നിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ്. അങ്ങനെ അകന്നു നിൽക്കുന്ന ഓരോ അവസരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വ്യക്തികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ത്രിത്വൈക ദൈവത്തിൻ്റെ, പ്രത്യേകിച്ചും ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകമില്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള അസ്വസ്ഥമായ മനസ്സിൽ നിന്നും മോചനമുണ്ടാവുകയില്ല. ഇനി ചില ഭവനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഇത് ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് നല്ല കഴിവും പത്രാസും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും എപ്പോഴും നമ്മളെ വേണം. പക്ഷേ നമ്മുടെ രോഗാവസ്ഥകളിൽ നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ, നമുക്കൊക്കെ ആയുസ്സിൻ്റെയൊക്കെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളോട് ചേർന്ന് നിൽക്കുവാനും നമ്മളെ പരിചരിക്കുവാനും നമ്മളെ ആശ്വസിപ്പിക്കുവാനും ആരുമില്ലാത്ത ചില അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയം കലുഷിതമാകാറുണ്ട്. ഹൃദയം ഇങ്ങനെ ഇളകി മറിയാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി കൂടെ നിൽക്കുവാനായിട്ട് ആൾക്കാരില്ലാതെ പോകുന്നത്? ഞാൻ അവരെയൊക്കെ അവരുടെയൊക്കെ ആവശ്യ സമയത്തൊക്കെ സഹായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ തന്നെ ജീവിതം റിസ്ക് ചെയ്തിട്ട് ചിലർക്ക് വേണ്ടി സഹായം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ അവരെന്തുകൊണ്ടാണ് എന്നെ ഒന്നും നോക്കാത്തത്, എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാത്തത്, എന്നെ സഹായിക്കാത്തത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം ഇങ്ങനെ അസ്വസ്ഥമാകുമ്പോൾ യേശുനാഥൻ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, സഹായകനായ പരിശുദ്ധ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ത്രിത്വൈക ദൈവമാണ് നമ്മുടെയൊക്കെ അസ്വസ്ഥ മാനസങ്ങളെ ശാന്തമാക്കുന്ന വ്യക്തി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, ഈ മൂന്ന് വ്യക്തികളെയും ചേർത്ത് പിടിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തണലിന് കീഴിലായിരിക്കുക, അവരുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കുക. അപ്പോഴാണ് നമ്മുടെയൊക്കെ അസ്വസ്ഥമായ ഹൃദയം ശാന്തമായിട്ട് മാറുന്നത്, നമ്മുടെയൊക്കെ കലങ്ങിക്കിടക്കുന്ന ഹൃദയം ഒന്ന് സെറ്റിലാകുന്നത് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മൾ അഭയം തേടുമ്പോൾ തന്നെയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മളൊക്കെയും പുതു സൃഷ്ടികളായിട്ട് മാറണം. വർഷങ്ങളായിട്ട് ഹൃദയം കലുഷിതമായിട്ടുള്ളവരെനിക്കറിയാം. വർഷങ്ങളായിട്ട്, അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്നേഹം കിട്ടാതെ തിരസ്കരണം മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ പഴഞ്ചനായിട്ട് മാറിയിരിക്കുന്നു. അതായത് സ്നേഹം കിട്ടാതെ, കരുതലില്ലാതെ, ഹൃദയം എപ്പോഴും അസ്വസ്ഥമായിട്ട് ശാരീരിക ക്ലേശങ്ങളിലൂടെ പോലും കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അവരോടൊക്കെ ആയിട്ട് യേശുനാഥൻ അല്ലെങ്കിൽ തിരുസഭാ മാതാവ് നമ്മളോട് പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ ആദ്യ 3 തിരുവചനങ്ങൾ നമ്മൾ കാണുന്നത്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭൂമി രൂപരഹിതമായിരുന്നു, എല്ലാം ഇങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെയായിരുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത്? പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് എല്ലാം രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. എന്നാൽ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നോക്കുക, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നുള്ള ഈ സൃഷ്ടികർമ്മം ഒരു പുതു സൃഷ്ടി ആകുമ്പോൾ, ഒരു പുത്തൻ സൃഷ്ടിക്ക് അവിടെ സാധ്യതകൾ ഉണരുമ്പോൾ, പ്രിയമുള്ളവരെ, എല്ലാ തരത്തിലുള്ള ശൂന്യതകളും, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും, എല്ലാ തരത്തിലുള്ള കലങ്ങിമറിച്ചിലുകളും ഇല്ലാതെയാകുന്നു. ഭൂമിക്ക്, മനുഷ്യർക്ക്, വ്യക്തികൾക്ക്, ജീവജാലങ്ങൾക്ക് ഒരു പുത്തൻ ജീവൻ ലഭിക്കുന്നു. എല്ലാം ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്,
എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടുന്നതും ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നൊരു പ്രബോധനമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഈ അസ്വസ്ഥ ഹൃദയങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് നമ്മളെയൊക്കെ പഴഞ്ചൻ മനുഷ്യരാക്കി. പഴഞ്ചൻ എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എല്ലാം നഷ്ടപ്പെട്ട് മനസ്സിൽ സമാധാനമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം, ഇതിൽ നിന്നുമൊക്കെ നമുക്കൊരു സമ്പൂർണ്ണ മോചനം നേടുവാനായിട്ട് ത്രിത്വൈക ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ വലിയ കൃപകൾ നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മളിൽ വന്ന് നിറയുകയും ഈ കലങ്ങിയടിച്ച് കിടക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഒന്ന് സെറ്റിലാക്കുവാനായിട്ട് പരിശുദ്ധ ആത്മാവിന് കഴിയുകയും ചെയ്യട്ടെ. അങ്ങനെ പഴയ നിയമത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പുത്തൻ സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരെയും ത്രിത്വൈക ദൈവത്തിന് വിട്ടുകൊടുക്കുക. അസ്വസ്ഥ മാനസരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ത്രിത്വൈക ദൈവത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഓ പിതാവേ, പുത്ര, പരിശുദ്ധാത്മാവേ, എന്നെ നവസൃഷ്ടിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും മാറ്റിയിട്ട് കലങ്ങി മറിഞ്ഞ് പ്രക്ഷുബ്ധമായിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുകയും സ്വസ്ഥമാക്കുകയും ചെയ്യണമേ. എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അസ്വസ്ഥ മാനസനായിരിക്കുന്ന ഈശോയ്ക്ക് നിന്റെ വേദന അറിയാം. ഹൃദയം പലതവണ യേശുനാഥനെയും അസ്വസ്ഥമായി കലങ്ങി മറിഞ്ഞു നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അസ്വസ്ഥ മാനസനായിരിക്കുന്ന യേശുവിൻ്റെ ആ ഹൃദയത്തോട് ചേർത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി, പരിശുദ്ധാത്മാവിൻ്റെ ചലനം വഴിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സമാധാനവും സൗഖ്യവും ലഭിക്കുവാനായിട്ട് ഇടവരട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ അസ്വസ്ഥ മാനസങ്ങൾക്ക് വേണ്ടി അമ്മ എപ്പോഴും മാധ്യസ്ഥ യാചിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.